എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മളുടെ ഡിഗ്രി ലെവൽ സ്പെഷ്യൽ സീരീസ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയെ കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നത്തോടുകൂടി ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ റെഗുലർ ആയിട്ട് ക്ലാസ് കണ്ടിരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഇന്നത്തോടുകൂടി സ്ട്രൈക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു ടോപ്പിക്. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഇന്ത്യൻ പോളിറ്റി ബൈ എം ലക്ഷ്മികാന്ത് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 2 മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം എടുത്തത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു ഭാഗം വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇത് കുറച്ചും കൂടെ മനസ്സിലിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ക്ലാസ്സിൽ പറഞ്ഞത് അവിടെ ഹൈലൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് തന്നെ മാക്സിമം നിങ്ങളൊരു നോട്ടായിട്ട് ആ ഹൈലൈറ്റ് ചെയ്ത പോർഷൻസും പിന്നെ ചില എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കണമെങ്കിൽ അതും എഴുതി വെച്ചിട്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങളുടെ നോട്ടാക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ കുറിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ ഭരണഘടന വേണമെന്നുള്ള ആഗ്രഹം എപ്പോഴാണ് വന്നത്, അത് ബ്രിട്ടീഷുകാർ എപ്പോഴാണ് സമ്മതിച്ചത്, ക്യാബിനറ്റ് മിഷൻ വഴി ആ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എങ്ങനെയാണ് നിലവിൽ വന്നത്, എങ്ങനെയാണ് ഇലക്ഷൻ നടത്തിയത്, എങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അങ്ങോട്ടേക്ക് തിരഞ്ഞെടുത്തത്, പിന്നെ ആ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് തൊട്ടാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഡിസംബർ 9, 1946 ആദ്യത്തെ മീറ്റിംഗ്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ഒരു 3 വർഷം എടുത്തു. നവംബർ 26, 1949 നമ്മളുടെ ഭരണഘടന നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഭരണഘടന അന്നത്തെ ദിവസം അഡോപ്റ്റ് ചെയ്തെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് നിലവിൽ വരുന്നത് അതിൻ്റെ കമൻസ്മെൻറ്റ് നമ്മൾ നീട്ടിവെച്ചു. ജനുവരി 26, 1930 നമ്മളൊരു പൂർണ്ണ സ്വരാജ് ആചരിച്ചിരുന്നു, നമുക്ക് സ്വതന്ത്രമാവാൻ പോകുന്ന ഇന്ത്യയൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ജനുവരി 26, 1950 ഇതിൻ്റെ കമൻസ്മെൻ്റ് അങ്ങോട്ടേക്ക് നീട്ടിവെച്ചു. അതാണ് നമ്മളിപ്പോൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഭരണഘടനയും റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. അത് ഒരു ഫാക്ട് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് ആ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണഘടനാ നിർമ്മാണ സമിതി, അതുപോലെ തന്നെ ഈ ഭരണഘടന കാലിഗ്രഫി ചെയ്യുന്നവർ, ബ്യൂട്ടിഫിക്കേഷൻ വർക്ക്, അത്തരം കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇതിൻ്റെ സിമ്പൽ എന്തായിരുന്നു, ചിഹ്നം എന്തായിരുന്നു? നമ്മളെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചിഹ്നം എന്ന് പറയുന്നത് ആനയായിരുന്നു. എലിഫൻ്റ് ആയിരുന്നു നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചിഹ്നം. ഇതിനെക്കുറിച്ച് കുറേ അധികം പേര് കളിയാക്കിക്കൊണ്ട് പല കാര്യങ്ങൾ പറയാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭരണഘടന എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തിയാണ്, വളരെ വലിയൊരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പോൾ എല്ലാവരും പറയാറ് ഇത് ആന ചിഹ്നമൊക്കെ വെച്ചിട്ട് ഒരു ആന വലിപ്പത്തിലുള്ള ഒരു ഭരണഘടന തന്നെയാണല്ലോ നമുക്ക് നൽകിയിരിക്കുന്നത് എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, നമുക്ക് ആന വലിപ്പത്തിലുള്ളൊരു ഭരണഘടനയാണ് ഉള്ളത്. ആ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചിഹ്നം തന്നെ ആനയാണ്. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ ഫാക്ട്സും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നത് മാത്രം നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ആന എന്നുള്ളത് ഞാനിപ്പോൾ ആ ഒരു കണക്ട് ചെയ്ത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം ഓർത്ത് വയ്ക്കുക. പിന്നെന്താ, നമുക്ക് BN റാവു എന്ന് പറഞ്ഞിട്ടൊരു ലീഗൽ അഡ്വൈസർ ഉണ്ടായിരുന്നു, നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പിന്നെ HVR അയ്യങ്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു നമ്മളെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക്. പിന്നെ SN മുഖർജി ആയിരുന്നു ഇതിൻ്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് SN മുഖർജി ആയിരുന്നു ഇതിൻ്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ. പിന്നെ ഇത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടൊരു കണക്ഷൻ ഇല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കാലിഗ്രഫി ചെയ്തത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളോ, കാരണം കാലിഗ്രഫി പലവട്ടം ചോദിക്കാറുണ്ട്. ഇത്ര ഓർത്താൽ മതി. നമ്മൾ കാലിഗ്രഫി എന്ന് പറയുന്നത് ഭംഗിയിൽ എഴുതുക എന്നല്ല പറയുക. അപ്പോൾ സ്നേഹത്തോടു കൂടെ ഒരു ഒരു ലവ് ലെറ്റർ എഴുതുന്ന പോലെ സ്നേഹത്തോടെ എഴുതിയ ആ ഒരു വ്യക്തിയുടെ പേര് പ്രേം ബിഹാരി റായ്സാദ എന്നാണ്. പ്രേം എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, കാരണം കുറേ ഓപ്ഷൻസ് ഉണ്ടാവും, എന്തെങ്കിലും നമുക്ക് എളുപ്പത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്രേം എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ പിന്നെ നിങ്ങൾ കുറേ വട്ടത് പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പോൾ പ്രേം ബിഹാരി റായ്സാദ എന്ന വ്യക്തിയാണ് ആ ഒരു കാലിഗ്രഫി ചെയ്തത് നമ്മളുടെ ഭരണഘടനയുടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭരണഘടന മൊത്തത്തിൽ ഫോം ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമാണ് നമ്മളുടെ പ്രിയാമ്പിൾ നമ്മൾ ഫോം ചെയ്തതെന്ന്. നമ്മൾ ഈ ഡ്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ. ഈ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയ സമയത്തൊന്നും അവർ പ്രിയാമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായില്ല.
ഫൈനൽ ഡ്രാഫ്റ്റ് വന്ന് ഈ ഒരു ഭരണഘടന എങ്ങനെയാണ് എന്ന് മൊത്തത്തിൽ മനസ്സിലായതിനു ശേഷം നമുക്ക് ഒരു ബുക്ക് വായിക്കുമ്പോൾ തന്നെ ആദ്യത്തിലൊരു ആമുഖം ഉണ്ടാവില്ലേ, അതെന്തിനാ, നമുക്ക് ആ ബുക്കിൽ എന്തൊക്കെയാണ് കൊടുത്തത്, ഓക്കെ ഇതാണല്ലേ കഥ, അങ്ങനെയൊക്കെ മനസ്സിലാക്കാനല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ഭരണഘടനയുടെ ആമുഖവും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏറ്റവും അവസാനമാണ് അതിൻ്റെ ആ ഒരു എന്താ പറയാ പ്രിയാമ്പിളിന്റെ വർക്ക് നടന്നത്. പ്രിയാമ്പിൾ ഇലുമിനേറ്റ് ചെയ്തത് നമ്മളുടെ സിൻഹ എന്നൊരു വ്യക്തിയാണ്. ബിയോഹർ രാം മനോഹർ സിൻഹ എന്ന വ്യക്തിയാണ് പ്രിയാമ്പിൾ ഇലുമിനേറ്റ് ചെയ്തത്. ഇലുമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ വർക്ക്, ബ്യൂട്ടിഫൈ, ഓർണമെന്റേഷൻ, നമ്മൾ പ്രിയാമ്പിൾ ഡോക്യുമെന്റ് കുറേ പേര് കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ബോർഡർ വർക്കും കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി ചെയ്തത് ഈ ഒരു സിൻഹ എന്ന വ്യക്തിയാണ്. നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി, പവറായിട്ടാണ് നമ്മളുടെ ഈ പ്രിയാമ്പിളും ഭരണഘടനയും ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത്. ഡെക്കറേഷനൊക്കെ നല്ല പവർഫുൾ ഡെക്കറേഷൻ ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ സിൻഹയാണ് ഇതിന്റെ പ്രിയാമ്പിളിന്റെ ഡെക്കറേഷൻ ചെയ്തത്. ബാക്കി ഭരണഘടന ആദ്യം നമ്മളുടെ ഫൈനൽ ഡ്രാഫ്റ്റിലെ വന്നല്ലോ, ആ ഭരണഘടനയുടെ ആ ഒരു ഡെക്കറേഷൻ ചെയ്തത് ഈ സിൻഹ തന്നെയാണ്. സിൻഹയുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഒരു ബോസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രേം ബിഹാരി റായ്സാദ നമ്മളുടെ ഭരണഘടനയുടെ കംപ്ലീറ്റ് ഡോക്യുമെന്റിന്റെ കാലിഗ്രഫി ചെയ്തു, ഭംഗിയായിട്ട് സ്നേഹത്തോടു കൂടെ എഴുതി വെച്ചു. ആ ഒരു ഭരണഘടനയുടെ ഡോക്യുമെന്റ് ആരാണ് നമ്മളുടെ ഡെക്കറേഷനൊക്കെ ചെയ്തത് ബോസും സിൻഹയും കൂടിയിട്ടാണ്. അപ്പൊ ഫൈനൽ ഡ്രാഫ്റ്റ് ഒക്കെ പാസ്സാക്കി അവസാനം പ്രിയാമ്പിൾ വന്നപ്പോൾ അതിന് സിൻഹ മാത്രമേ ഉണ്ടായുള്ളൂ. ബോസും സിൻഹയും കൂടിയിട്ട് മൊത്തത്തിലുള്ള ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഡെക്കറേഷൻ ഒക്കെ നടത്തി അവസാനം പ്രിയാമ്പിൾ വന്നപ്പോൾ പ്രിയാമ്പിൾ ഏറ്റവും അവസാനമാണ് പാസ്സാക്കിയത്. അപ്പോൾ ആ പ്രിയാമ്പിളിനുള്ള ബ്യൂട്ടിഫിക്കേഷൻ കൊടുത്തത് നമ്മളുടെ ബിയോഹർ സിൻഹ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ രണ്ടും പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്. ഡെക്കറേഷൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, വളരെ പവർഫുൾ ആയിരുന്നു. നമ്മുടെ പ്രിയാമ്പിളിൽ മാത്രം സിൻഹ ഒറ്റയ്ക്കാണ് ചെയ്തത്, ഒരൊറ്റ പേജല്ലേ ഉള്ളൂ. മറ്റേ മൊത്തത്തിലുള്ളതിൽ സിൻഹയും പിന്നെ നമ്മുടെ ബോസും കൂടിയിട്ടാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നമ്മളുടെ കാലിഗ്രഫി ഓഫ് ദ ഹിന്ദി വേർഷനെ കുറിച്ച്, എങ്ങനെയാണ് ഇതിനൊരു ഹിന്ദി വേർഷൻ വന്നത്, ആദ്യമേ തന്നെ ഹിന്ദി വേർഷൻ ഉണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ ജസ്റ്റ് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഹിന്ദി വേർഷൻ്റെ ആ ഒരു കാലിഗ്രഫി ചെയ്തത് വസന്ത് കൃഷ്ണ വൈദ്യം, പിന്നെ അതിൻ്റെ ഡെക്കറേഷൻ ചെയ്തത് ബോസ്. അപ്പോൾ പ്രിയാമ്പിൾ ചെയ്തപ്പോൾ നമ്മുടെ ബിയോഹർ സിൻഹ ഒറ്റയ്ക്ക് ചെയ്തില്ലേ. അപ്പോൾ ബോസ് പറഞ്ഞു, നീ പ്രിയാമ്പിൾ ഒറ്റയ്ക്ക് ചെയ്തില്ലേ, അങ്ങനെയാണെങ്കിൽ ഹിന്ദി വേർഷൻ ഞാൻ ഒറ്റയ്ക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മളെ നന്ദലാൽ ബോസാണ് ഹിന്ദി വേർഷൻ്റെ ഡെക്കറേഷൻ ചെയ്തത്. പിന്നെ അതിൻ്റെ കാലിഗ്രഫി ഭംഗിയായിട്ട് എഴുതിയത് ഒരു വൈദ്യൻ ആണ്, വസന്ത് കൃഷ്ണ വൈദ്യനായിരുന്നു. അവിടെയും ഒരു കൃഷ്ണനും ഉണ്ടല്ലോ ഒരു സ്നേഹം, അപ്പോൾ അവിടെയും ഒരു സ്നേഹത്തോടു കൂടി തന്നെയാണ് കാലിഗ്രഫി നടന്നത്. അപ്പോൾ നമ്മളുടെ ഹിന്ദി വേർഷൻ്റെ കാലിഗ്രഫി നടത്തിയത് വസന്ത് കൃഷ്ണൻ വൈദ്യനാണ്. അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തിയതോ നമ്മുടെ ബിയോഹർ സിൻഹ പ്രിയാമ്പിൾ ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ള വിഷമത്തിൽ നമ്മളുടെ നന്ദലാൽ ബോസാണ് അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഫാക്ട്സ് ആയിട്ട് പഠിക്കാനായിട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, എന്തായിരുന്നു നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചിഹ്നം? ആന വലിപ്പത്തിലുള്ളൊരു ഭരണഘടന ആണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചിഹ്നം തന്നെ ആനയായിരുന്നു. ആ ഒരു ആന ചിഹ്നം ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ആന വലിപ്പത്തിലുള്ള ഒരു ഭരണഘടനയായി മാറിയിട്ടുണ്ടാവുക. പിന്നെ ഇതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ നമ്മളുടെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരാ? പവർഫുൾ ആയിട്ടാണ് ചെയ്തത്. പവർഫുൾ ആയിട്ട് ചെയ്തത് ആരൊക്കെയാ? ബോസും സിൻഹയാണ്. ഇതിൻ്റെ കാലിഗ്രഫി നല്ല സ്നേഹത്തോടു കൂടെ ഒരു ലവ് ലെറ്റർ എഴുതുന്നത് പോലെ ഇംഗ്ലീഷ് വേർഷൻ ചെയ്തത് ആരാ? ഇംഗ്ലീഷ് വേർഷൻ ചെയ്തത് പ്രേം ബിഹാരി റായ്സാദയും ഹിന്ദി വേർഷനോ കൃഷൻ വൈദ്യ എന്ന വ്യക്തിയുമാണ് ഹിന്ദി വേർഷൻ ചെയ്തത്. ഇതിന്റെ പ്രിയാമ്പിളിന്റെ ഡെക്കറേഷൻ ചെയ്തത് ആരാ? നമ്മുടെ സിൻഹ ഒറ്റയ്ക്ക് ചെയ്തു. അപ്പോൾ ഹിന്ദി വേർഷൻ വന്നപ്പോൾ ഹിന്ദി വേർഷൻ മൊത്തത്തിൽ നമ്മളെ നന്ദലാൽ ബോസും ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഫാക്ട്സ് ആയിട്ട് വരുന്നത്. അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം ഓർത്ത് വയ്ക്കുക. പിന്നെ ഡ്രാഫ്റ്റ്മാൻ ആരായിരുന്നു? മുഖർജി ആയിരുന്നു. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദി ടെക്സ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ഇത് വളരെയധികം വിവാദമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഭാരത് വേഴ്സസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അപ്പോൾ നമ്മളുടെ ഇംഗ്ലീഷ് വേർഷനിൽ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരും ഉണ്ടാവും, രണ്ടുപേരും ഉപയോഗിക്കാവുന്നതാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലർ പറയാറുണ്ട് ഇന്ത്യ എന്നുള്ളതാണല്ലോ ആദ്യത്തെ വേർഡ്, അപ്പോൾ ഇന്ത്യക്കാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. അപ്പോൾ ഭാരതിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്
അതെങ്ങനെ ശരിയാവും? ഹിന്ദി വേർഷനിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ഭാരത് അർത്ഥാർത്ത് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഭാരത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വരുന്നത് ഹിന്ദി വേർഷനിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആദ്യം നിലവിൽ വന്നത് ശരിക്കും നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതി നിർമ്മിച്ചത് ഇംഗ്ലീഷ് വേർഷനാണ്. അവിടെ ആ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു ഇന്ത്യ എന്നുള്ളത് മതി, പക്ഷേ ചിലർ പറഞ്ഞു ഭാരതാണ് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള പേര്. അപ്പോൾ ആ ഒരു ഡിസ്പ്യൂട്ട് ഒഴിവാക്കാനാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് കൊടുത്തത്. അത് ഹിന്ദി വേർഷനിലാണ് ഭാരത് അർത്ഥാർത്ത് ഇന്ത്യ എന്നായി മാറിയത്. ഇവിടെ ആദ്യം കൊടുത്തെന്ന് വിചാരിച്ച് ശരിക്കും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, രണ്ടുപേരും ഉപയോഗിക്കാം എന്ന് തന്നെയാണ്. നമ്മൾ കുറച്ചും കൂടെ ഇന്റർനാഷണൽ ഫോറംസിൽ നമ്മൾ ഇന്ത്യ എന്നാണ് ഉപയോഗിക്കാറ്. ഇവിടെ ഇന്ത്യ, ഗസറ്റ് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറയില്ലേ, ഇംഗ്ലീഷിലൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഗസറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അതേസമയം അതേ ഗസറ്റ് നമ്മൾ ഹിന്ദിയിൽ എടുത്ത് വായിക്കുകയാണെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവുക ഭാരത് കാ രാജ്പത്ര, ഭാരത് രാജ്പത്ര എന്നൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇന്റർനാഷണൽ ഫോറംസിൽ നമ്മൾ കൂടുതലും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇറക്കുമ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് കൊടുത്തിട്ട്, നമ്മൾ ഇന്ത്യയിൽ നമ്മൾ റീജിയണൽ ആയിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ഹിന്ദിയിൽ ഡോക്യുമെന്റ്സ് ഇറക്കുമ്പോൾ നമ്മൾ ഭാരത് എന്ന് കൊടുക്കാറാണ് പതിവ്. അത് വേറൊരു ഡിസ്പ്യൂട്ടാണ്. അപ്പോൾ നമ്മൾ ഹിന്ദി ടെക്സ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കിയതേ അല്ല. ഈ ഒരു ഇംഗ്ലീഷ് ഡോക്യുമെന്റിനെ അവർ തർജ്ജിമ ചെയ്തു എന്ന് മാത്രം. അഡോപ്ഷൻ എന്നായിരുന്നു നവംബർ 26, 1949 അതിന്റെ കമൻസ്മെന്റ് എന്നായിരുന്നു ജനുവരി 26, 1950 ഇതൊക്കെ കഴിഞ്ഞിട്ട് 1987 ആയപ്പോഴാണ് നമ്മളുടെ ഒരു ഹിന്ദി വേർഷൻ വേണം എന്ന് പറയുന്നത്. അവിടെ മുന്നേ ഹിന്ദി വേർഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം, കുറേ പേര് എന്തായാലും ഒരു ഹിന്ദി കോപ്പി ഉണ്ടാക്കുമല്ലോ. പക്ഷെ അതൊന്നും ഒതോറിറ്റേറ്റീവ് അല്ല, അതായത് നമ്മളുടെ എന്താ പറയുക ഓതറൈസ് ചെയ്ത് ഇത് ഒറിജിനൽ ആണെന്ന് പറയുന്ന രീതിയിലുള്ളതല്ല. ഭരണഘടനാ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റോ ഒതന്റിഫൈ ചെയ്തിട്ടുള്ള ഒറിജിനൽ വേർഷൻ ആയിരുന്നില്ല. അപ്പോൾ ഒരു ഒറിജിനൽ വേർഷൻ വേണം, ഹിന്ദിയിൽ ഒരു ഒറിജിനൽ വേർഷൻ വേണം എന്ന് പറയുന്നത് 1987 അവിടെ ഒരു 58ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി ഒരു പുതിയ ആർട്ടിക്കിൾ 394A ഇങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് ഒരു പുതിയ ആർട്ടിക്കിൾ നൽകി പാർട്ട് 22 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഹിന്ദി വേർഷൻ നിലവിൽ കൊണ്ടുവരുന്നത് തന്നെ. അതുകൊണ്ട് ഈ ഹിന്ദി വേർഷനിൽ ഭാരത് അർത്ഥാർത്ത് ഇന്ത്യ എന്നാണ് പറയുന്നത് എന്നുള്ളതിന് വലിയ വിലയൊന്നുമില്ല. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഉപയോഗിക്കാൻ തന്നെയാണ്. ആദ്യം ആരുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷെ അങ്ങനെ വാദിക്കുന്നവർക്ക് അവിടെ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഭരണഘടനാ നിർമ്മാണ സമിതി ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റ് ഇംഗ്ലീഷ് ഡോക്യുമെന്റ് ആണ്. അതിൽ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ്. രണ്ടുപേരിനും ഒരേപോലത്തെ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ടുവന്നു പാർട്ട് 22 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെ ആഡ് ചെയ്തു. അതെന്തിനായിരിക്കും? അതിന് ചില കാര്യങ്ങളൊക്കെ പറയണ്ടേ. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് നിർദ്ദേശം കൊടുക്കണം ഇങ്ങനെ ഒരു ഹിന്ദി വേർഷൻ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ആ ഒരു ഹിന്ദി വേർഷൻ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ഭരണഘടനയിലുള്ള എല്ലാ അമെൻമെന്റ്സും ഉണ്ടല്ലോ 1987 അപ്പോൾ 1987 വന്നിട്ടുള്ള അമെൻമെന്റ്സ് ഒക്കെ അതിൽ കൊടുക്കണം. അതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ അമെൻമെന്റ്സും അതുപോലെ തന്നെ ഈ ഒരു പുതിയ ഹിന്ദി വേർഷനിലും അവർ പ്രൊവൈഡ് ചെയ്യണം. അല്ലാതെ അമെൻമെന്റ്സ് ഇനി വരുന്നത് കൊടുക്കാൻ പാടില്ല എന്നൊന്നുമല്ല. കാരണം എന്നാലല്ല അപ്ഡേറ്റഡ് ആയിട്ട് പോകുള്ളൂ. രണ്ട് ഭരണഘടനയും ഒരുപോലെ പോകണം. രണ്ട് ഭരണഘടനയല്ല, രണ്ട് വേർഷൻസ്. ഇംഗ്ലീഷ് വേർഷൻ ആദ്യം വന്നതും പിന്നെ ഇപ്പോൾ വരുന്ന ഹിന്ദി വേർഷനും ഒരുപോലെ പോകണം. അതിനു വേണ്ടിയിട്ട് ഇതുവരെയുള്ള എല്ലാ അമെൻമെന്റ്സും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന അമെൻമെന്റ്സ് ഒക്കെ ഹിന്ദിയിലും കൂടെ പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഇൻ കേസ് ഈ ഒരു ഹിന്ദി വേർഷനിൽ പറയുന്ന എന്തെങ്കിലും കാര്യത്തിന് ഇംഗ്ലീഷ് വേർഷനുമായിട്ട് മീനിങ്ങിലോ മറ്റോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്, അതിൻ്റെ പോലെ തന്നെയല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് വേർഷനാണ് പ്രിവെയിൽ ചെയ്യുക. അതുപോലെ തന്നെ ആ ഹിന്ദി വേർഷനിൽ ഇംഗ്ലീഷ് വേർഷനോട് ആ ഒരു മീനിങ്ങിനോട് യോജിക്കാൻ മാത്രം അതിന് വേണ്ട എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ ആവശ്യപ്പെടുകയും വേണം. അപ്പോൾ ആർക്കാണ് ഇമ്പോർട്ടൻസ്? ഇംഗ്ലീഷ് വേർഷനാണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് വേർഷൻ ഇമ്പോർട്ടൻസ്? കാരണം നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതി നിർമ്മിച്ച ഒറിജിനൽ ഭരണഘടന ഇംഗ്ലീഷിലായിരുന്നു. ഹിന്ദി ഭരണഘടന ഒരു 37 വർഷങ്ങൾക്ക് ശേഷം 1987 58ാമത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് ഒരു പുതിയ ആർട്ടിക്കിളും അതിനെ ഒരു പുതിയ ഷെഡ്യൂളിലും ആഡ് ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ ഒരു ഹിന്ദി വേർഷൻ കൊണ്ടുവന്നത്. അപ്പോൾ അത്രയാണ് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച്
ടേബിളുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് എലക്ഷൻ നടന്നപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസിലോട്ടും അതുപോലെ തന്നെ നമ്മളുടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനാണ് സീറ്റുകൾ പ്രൊവൈഡ് ചെയ്തതെന്ന്. ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസിലത്തെ ഗവർണേഴ്സ് പ്രൊവിൻസസിന് 292 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ഞാൻ പറഞ്ഞില്ലേ യൂണിയൻ ടെറിട്ടറി പോലെ അതിന് 4 സീറ്റും പിന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് 93 സീറ്റും ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പറയുന്നത് ഇവിടെ എങ്ങനെയായിരുന്നു ഓരോ കക്ഷികളും എങ്ങനെയാണ് ജയിച്ചത്. കോൺഗ്രസിനായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ്. നമ്മുടെ കോൺഗ്രസിന് 208 സീറ്റ് കിട്ടി, മുസ്ലിം ലീഗിന് 73 സീറ്റ് കിട്ടി, പിന്നെ യൂണിയനിസ്റ്റ് പാർട്ടി, അങ്ങനെ കുറേ അധികം പാർട്ടികൾ ഉണ്ടായിരുന്നു. ഈ ഇൻഡിപെൻഡൻസിന് 15 സീറ്റ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. ഇൻഡിപെൻഡൻസ് ആൻഡ് അതേഴ്സിന് 15 സീറ്റ് കിട്ടിയെന്ന് വേണം പറയാൻ. കാരണം യൂണിയനിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, യൂണിയനിസ്റ്റ് മുസ്ലിംസ് ഉണ്ടായിരുന്നു, യൂണിയനിസ്റ്റ് ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കുറേ സംഘടനകൾ അവരും മത്സരിച്ചിരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞു ഒരു ഹിന്ദു ഒരു ബോഡിയാണ് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്, ഒരു ഹിന്ദു ബോഡിയാണ്, മൊത്തം ഹിന്ദുക്കാരായിരുന്നു എന്നൊരു ക്രിറ്റിസിസം വന്നിട്ടുണ്ടായിരുന്നു. വിൻസ്റ്റൺ ചർച്ചിൽ വരെ പറഞ്ഞു ഇതൊരു ഹിന്ദു ബോഡിയാണ് എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആ ഒരു മെമ്പർഷിപ്പ് നോക്കുമ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ പ്രൊവിൻസസ് ഗവർണേഴ്സ് പ്രൊവിൻസസും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസും കൂടിയിട്ടുള്ള ആ ഒരു അംഗങ്ങളുടെ ജാതി നോക്കുമ്പോഴും ഹിന്ദുസ് തന്നെയാണ് കൂടുതൽ. 163 സീറ്റും ഹിന്ദുക്കാരായിരുന്നു, 80 സീറ്റുകളാണ് മുസ്ലിംസിന് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പ്രൊവിൻസസിനും എത്ര സീറ്റുകൾ വെച്ചായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം മദ്രാസിനായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അന്നെന്ന് വെച്ചാൽ മദ്രാസ് എന്ന് പറയുമ്പോൾ ആ തമിഴ്നാട് ഭാഗമുണ്ട്, ഹൈദരാബാദിൻ്റെ ചില ഭാഗങ്ങളുണ്ട്, പിന്നെ നമ്മളുടെ കോഴിക്കോടൊക്കെ മദ്രാസിൽ പെട്ടിരുന്നതായിരുന്നു. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നവരെ കുറിച്ച് പഠിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നോക്കാം. അപ്പോൾ മദ്രാസിനായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ ഓരോ സ്റ്റേറ്റ്സിന് അത്ര കൊടുത്തു. നമ്മളെ കൊച്ചിക്ക് ഒരു സീറ്റായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിയുമ്പോൾ കാണാം. നമ്മളുടെ ട്രാവൻകൂറിനായിരുന്നു 6 സീറ്റാണ് നമ്മളെ ട്രാവൻകൂറിന് കിട്ടി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തിരുവിതാംകൂർ കുറച്ചും കൂടെ വലുതായിരുന്നു. തിരുവിതാംകൂറിന് 6 സീറ്റ് കിട്ടി. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നമ്മളുടെ ഈ കോഴിക്കോട് നിന്നുള്ളവരൊക്കെ ആ മലബാർ ആയതുകൊണ്ട് മദ്രാസിലോട്ട് പോയിട്ടുണ്ടാവും. മദ്രാസിൽ നിന്നാണ് അവർ എലക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ കോഴിക്കോട് നിന്നുള്ളവരൊക്കെ, കോഴിക്കോട് ആ മലബാർ റീജിയനിലുള്ളവരൊക്കെ മദ്രാസിലാവുമ്പോൾ അവർ എലക്റ്റഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്ന് ഇൻഡയറക്റ്റ് എലക്ഷൻസ് ആയിരുന്നു. അപ്പോൾ മദ്രാസിൽ ഒരു പ്രൊവിൻഷ്യൽ അസംബ്ലി ഉണ്ടായിട്ടുണ്ടാവും, പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിട്ടുണ്ടാവും. അവിടുത്തെ മെമ്പേഴ്സ് കൂടിയിട്ടായിരിക്കും ഈ മദ്രാസ് മലബാർ നമ്മളുടെ കോഴിക്കോട് ആ ഭാഗത്തു നിന്നുള്ളവരൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ തിരുവിതാംകൂറിന് 6 സീറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കൊച്ചിക്ക് 1 സീറ്റേ കിട്ടിയുള്ളൂ. ഇതൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? ഈ രാജാക്കന്മാരായിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക, നോമിനേറ്റ് ചെയ്തതായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സെഷൻസ് എന്നൊക്കെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ സെഷൻ ഡിസംബർ 9 മുതൽ 23 വരെയായിരുന്നു. പിന്നെ മൊത്തം 11 സെഷനാണ് നമുക്കറിയാം. അവസാനത്തെ സെഷൻ നവംബർ 14 മുതൽ 26 വരെയായിരുന്നു. അതിനുശേഷം പല കോൺസ്റ്റിറ്റ്യൂഷൻസും, ലോകത്തെ പല രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷൻസ് നിർമ്മിക്കാൻ എത്ര സമയം എടുത്തു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അമേരിക്കയുടെ കാര്യമാണ് നമ്മൾ ക്രിറ്റിസിസത്തിൽ പറഞ്ഞത്. കുറേ പേര് പറഞ്ഞു, ക്രിറ്റിസൈസ് ചെയ്തപ്പോൾ പറഞ്ഞു ഇതെന്നൂട്ട് ഇത്രയും മാത്രം പണിയെടുക്കാൻ, അമേരിക്കക്കാർ വെറും 4 മാസം കൊണ്ട് ഭരണഘടന നിർമ്മിച്ചത്, നിങ്ങളെന്താ 3 വർഷം എടുത്ത് എന്താ നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കണേ? ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒന്നും അല്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്ക 4 മാസം എടുത്തു, കാനഡ അതേസമയം 2 വർഷവും 6 മാസം എടുത്തു. ഓസ്ട്രേലിയ എന്ന രാജ്യം ഉണ്ടല്ലോ, ഇപ്പോൾ കുറേ ഇന്ത്യക്കാർ ഓസ്ട്രേലിയയിലോട്ടൊക്കെ പോകണില്ലേ, ഓസ്ട്രേലിയ 9 വർഷം എടുത്തിട്ടാണ് അവരുടെ ഭരണഘടന നിർമ്മിച്ചത്. സൗത്ത് ആഫ്രിക്ക 1 വർഷത്തിൽ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് വരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള മെമ്പേഴ്സിനെ കുറിച്ച് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർക്കൈവ്സ് ആണ്. അപ്പോൾ മലയാളികളായിട്ടുള്ള മെമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പല പ്രദേശങ്ങളിൽ നിന്നാണ് അവർ എലക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ കണ്ടു തിരുവിതാംകൂറിന് 6 സീറ്റ്, കൊച്ചിക്ക് 1 സീറ്റ്, പിന്നെ നമ്മളുടെ കോഴിക്കോടൊക്കെ അടങ്ങുന്ന മലബാർ എന്ന പ്രദേശം മദ്രാസിൻ്റെ കൂടെയായിരുന്നു. അപ്പം മദ്രാസിലത്തെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻഡയറക്റ്റ് ആയിട്ട് എലക്ട് ചെയ്യുന്നവരാണ് നമ്മുടെ മലബാറിൽ നിന്ന് മദ്രാസിൻ്റെ മെമ്പേഴ്സായിട്ട് അങ്ങ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പോകുന്നത്. പിന്നെ കാസർഗോഡ് സൗത്ത് കാനറയുടെ കൂടെയായിരുന്നു, പക്ഷേ കാസർഗോഡ് നിന്ന് ആരും അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലോട്ട് എത്തിയില്ല. അപ്പോൾ നമ്മൾ മലയാളികളെ നോക്കുമ്പോൾ ആദ്യത്തെ പേര് നമ്മൾ കാണുന്നത് പി ഗോവിന്ദമേനോനാണ്. അദ്ദേഹം കേരള ചരിത്രത്തിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പി ഗോവിന്ദമേനോൻ നമ്മുടെ കൊച്ചിയുടെ ചീഫ് മിനിസ്റ്ററൊക്കെ ആയിരുന്നു. പക്ഷെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അദ്ദേഹം ഒരു കമ്മിറ്റിയിലും മെമ്പറൊന്നും ആയിരുന്നില്ല. പിന്നെ നമ്മളുടെ AT പിള്ള, നമ്മുടെ താണുപിള്ള
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നേ നമ്മളെ തിരുവിതാംകൂർ കൊച്ചിയുടെ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം കമ്മിറ്റികളിലൊന്നും അങ്ങനെ ഭാഗമായിട്ടില്ല. ആനി മെസ്കറിനെ കുറിച്ച് നോക്കുമ്പോൾ ആനി മെസ്കറിൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ക്രിസ്ത്യൻ മെമ്പർ ആയിരുന്നു, പിന്നെ ഫീമെയിൽ ആയിരുന്നു. അതുപോലെ തന്നെ പിന്നീട് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു വനിത ലോക്സഭയിൽ എത്തിയതും അതും ആനി മെസ്കറിൻ ആയിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് പി.ടി. ചാക്കോനെ കുറിച്ചാണ്. പി.ടി. ചാക്കോ പിന്നീട് കേരളത്തിലത്തെ കുറേ മന്ത്രിസഭകളിലൊക്കെ ഉണ്ടായിരുന്നു, റവന്യൂ മന്ത്രിയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞാൽ ആർ ശങ്കറിനെ കുറിച്ച് നോക്കുമ്പോൾ ആർ ശങ്കർ നമ്മളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. ജോൺ മത്തായി കേന്ദ്രത്തിൽ തന്നെ റെയിൽവേ മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ അത്തരം പദവികളൊക്കെ വഹിച്ച വ്യക്തിയാണ്. അദ്ദേഹം പക്ഷെ കേരളത്തിൽ നിന്നുള്ള പ്രദേശത്തു നിന്നല്ല അദ്ദേഹം എലക്റ്റഡ് ആയിട്ടുള്ളത്. അദ്ദേഹം യുണൈറ്റഡ് പ്രൊവിൻസസിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിലാണ് അദ്ദേഹം എലക്റ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ബി പോക്കർ സാഹിബ് ബഹാദൂർ, അദ്ദേഹം ഒരു മുസ്ലിം ലീഗ് മെമ്പർ ആയിരുന്നു. നമ്മളുടെ അഡ്വൈസറി കമ്മിറ്റീസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചൊക്കെ, അങ്ങനെ ഒരു അഡ്വൈസറി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നാണ് എലക്റ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ദാക്ഷായണി വേലായുധനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ദാക്ഷായണി വേലായുധനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവരെക്കുറിച്ച് നമ്മൾ പഠിച്ചേ പറ്റൂ. കാരണം ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് മെമ്പർ ആയിരുന്നു. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ തന്നെ ഏക ദളിത് വനിതയായിരുന്നു. വേറെ ഒരു ദളിത് വുമണും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇവൻ നെഹ്റുവിൻ്റെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ വന്നപ്പോഴും അതുപോലെ തന്നെ അംബേദ്കർ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലും അതിനെപ്പോലും എതിർക്കാനുള്ള ആർജവം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. 2019 ഈ ദാക്ഷായണി വേലായുധൻ്റെ പേരിൽ വുമൺ എംപവറിന് വേണ്ടി പോരാടുന്നവർക്ക് വേണ്ടി കേരള സർക്കാർ ഒരു അവാർഡ് വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ 2019 അവാർഡ് കൊണ്ടുവന്നതുകൊണ്ട് തന്നെയായിരിക്കണം ഈ അടുത്ത് ഈ ദാക്ഷായണി വേലായുധനെ കുറിച്ച് ചോദിക്കാനും കാരണം. അപ്പോൾ കേരളത്തിൽ നിന്നുള്ളൊരു ചുണക്കുട്ടി തന്നെയായിരുന്നു ദാക്ഷായണി വേലായുധൻ എന്നുള്ളത്. ദാക്ഷായണി വേലായുധൻ ഒരു ദളിത് നേതാവായിരുന്നു. അതുപോലെ തന്നെ ഏക ദളിത് വനിതയായിരുന്നു നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ള. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് നല്ലപോലെ റിവൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ പോളിറ്റിയിലത്തെ ആ ചാപ്റ്റർ 2 മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. ഈ മലയാളി മെമ്പേഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർക്കൈവ്സ് എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അവിടെ മലയാളി മെമ്പേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ ഗൂഗിൾ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും ഞാൻ പ്രൊവൈഡ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ, അതും നോക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ളത് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞു, നമ്മളുടെ സിലബസിൽ ആ ഒരു ഭാഗം നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി കാണുന്നത് വരെ ബൈ.